ഹൈറിച്ച് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് 1650 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ PMLA കോടതി പരിഗണിക്കുകയാണ്. ഈ ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് അതിൻ്റെ വ്യാപ്തി വലുതാണ്, വലിയൊരു തട്ടിപ്പാണ് എന്നുള്ളത് മുഖ്യമന്ത്രി അടക്കം നിയമസഭയിൽ ചൂണ്ടിക്കാട്ടിയതാണ്. ഈ കേസിലെ പ്രതികൾ ഒളിവിലിരുന്നു കൊണ്ടാണ് രണ്ടുപേരും മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി എന്ന കമ്പനിയുടെ ഉടമകളായ KD പ്രതാപൻ്റെ ഭാര്യ ശ്രീന, ഇവർ രണ്ടുപേരുമാണ് പ്രധാനപ്പെട്ട പ്രതികൾ. ഇവർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം PMLA കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. അതിൽ പറയുന്നത് ഇത് വലിയ ഒരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്, ഒരു കാരണവശാലും ഇവർക്ക് മുൻകൂർ ജാമ്യം നൽകരുത്, കാരണം ഈ രണ്ടുപേരും സ്ഥിരം സാമ്പത്തിക കുറ്റവാളികളാണ് എന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ 1693 കോടിയുടെ തട്ടിപ്പിന് പുറമെ മറ്റു തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ ഇവർ നടത്തിയിട്ടുണ്ട്. അത് OTT കമ്പനിയുടെ മറവിലും ഒപ്പം ക്രിപ്റ്റോ കറൻസി ഇവയുടെയൊക്കെ മറവിൽ വീണ്ടും ഒരു 1157 കോടിയുടെ തട്ടിപ്പ് ഇവർ നടത്തി എന്നുള്ളതാണ് നിഗമനം. ഇതുകൂടാതെ ഇവർക്കെതിരെ 19 കേസുകളാണ് നിലവിലുള്ളത്. അതിൽ 3 കേസുകളിൽ വിചാരണ പൂർത്തിയാക്കി ശിക്ഷിച്ചിട്ടുമുണ്ട്. ഒപ്പം ഇവർക്കെതിരെ GST ഇൻ്റലിജൻസ് വിഭാഗം 127 കോടിയുടെ തട്ടിപ്പ് കണ്ടെത്തി അതിൽ കേസും എടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ ഒരു തട്ടിപ്പ് നടത്തിയ കൂട്ടരാണ് ഈ രണ്ടുപേരും. അതുകൊണ്ട് ഇവർക്ക് ഈ ഘട്ടത്തിൽ മുൻകൂർ ജാമ്യം നൽകുന്നത് ഈ കേസിലെ അന്വേഷണം അട്ടിമറിക്കപ്പെടാനിടയാക്കും. മാത്രമല്ല, ഇവർ തട്ടിപ്പിലൂടെ സമാഹരിച്ച ആ തുക അത് ഒളിപ്പിക്കാൻ അവർക്ക് അവസരമൊരുക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഇതിലെ തെളിവുകൾ ഇവർ നശിപ്പിക്കാൻ ഇടയാക്കും. മാത്രമല്ല, ഇവർക്കെതിരെ ഇവരുടെ തട്ടിപ്പ് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഏതാണ്ട് 200 കോടിയോളം രൂപയാണ് ഇവരുടെ സ്വത്തുക്കൾ മരവിപ്പിക്കാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞിട്ടുള്ളത്. ഇനിയും നിരവധി അനധികൃത സമ്പാദ്യം ഇവർക്കുണ്ട്, അതൊക്കെ കണ്ടെത്തി മരവിപ്പിക്കേണ്ടതുണ്ട്. ഇവർ ഹവാലയായി ഏതാണ്ട് 100 കോടിയോളം രൂപ വിദേശത്തേക്ക് കടത്തിയെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതും ഒരു ചെറിയ ശതമാനം ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയും അതിൽ തുടരന്വേഷണം നടക്കേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇവരെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്ത് തെളിവെടുപ്പ് നടത്തേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും മുൻകൂർ ജാമ്യം അനുവദിക്കരുത് എന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ എതിർ സത്യവാങ്മൂലത്തിലൂടെ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും തങ്ങൾക്ക് വാദിക്കാൻ അല്പം സാവകാശം വേണം എന്നാണ് ഇതിനു മുൻപ് കോടതിയിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ വന്നപ്പോൾ പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയത്. ഈ സാഹചര്യത്തിൽ ഇന്ന് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പ്രതിഭാഗത്തിൻ്റെയും ഒപ്പം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയും ഒക്കെ വിശദമായ വാദം കോടതി കേൾക്കും. അതിനുശേഷമായിരിക്കും ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി ഒരു തീർപ്പ് കൽപ്പിക്കുക. അത് ഇന്നുണ്ടാകുമോ എന്നുള്ള കാര്യം ഉറപ്പില്ല. ഒരുപക്ഷെ ഇന്നാകാം, അതല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്കാകാം ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുക. കാവ്യ. ശരി, KM ഉമേഷാണ് കൊച്ചിയിൽ നിന്നും ഈ രണ്ട് വാർത്തകളുടെയും വിശദാംശങ്ങൾ നൽകിയത്.